Now we will discuss about cantilever here. What is cantilever? Actually, cantilever is a beam. It is a beam that is fixed at one end. That is fixed at one end, and the other end is free. Okay, or it is loaded actually. Okay. ഇപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് കാൻറ്റിലിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദിസ് ഒരു സൈഡ് എന്തായിരിക്കും, ഒരു എൻഡ് എന്തായിരിക്കും, ഒരു വുഡൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനോടായിട്ട് ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഇവിടെയാണ് നമ്മൾ ലോഡ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പം കാൻറ്റിലിവറിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ തിൻ യൂണിഫോം ബാർ that is fixed horizontally at one end and it is loaded at the other end. Okay, ഇവിടെ രണ്ട് കേസസ് ഉണ്ട് കാൻറ്റിലിവറിൻ്റെ. ഒന്ന്, നമ്മൾ ബീമിൻ്റെ ഈ കാൻറ്റിലിവറിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ വെയിറ്റ് കൺസിഡർ ചെയ്തിട്ടും ഒന്നും ചെയ്യാതെയാണ്. ദ സെക്കൻഡ് കേസസ് ബെൻഡിങ്. അപ്പം വെയിറ്റ് ഇടുമ്പം ഇവിടെ കാൻറ്റിലിവറിൻ്റെ മുകളിൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ഇടും, വെയിറ്റ് ഇട്ടു, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ബെൻഡിങ് സംഭവിക്കും അല്ലേ. അപ്പം ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഓഫ് ദ ബീമിൻ്റെ ബെൻഡിങ്, ഈ കാൻറ്റിലിവറിൻ്റെ നെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. അപ്പം ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ ബീം ഇസ് നോട്ട് ടു ബി കൺസിഡേർഡ്. അതായത് ബെൻഡിങ് ഓഫ് ബീം ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ ബീം ഇസ് നോട്ട് ടു ബി കൺസിഡേർഡ്. ഇതിൻ്റെ ബെൻഡിങ് വെയിറ്റ് വെച്ചിട്ടുള്ള ബീമിൻ്റെ ബെൻഡിങ് നമ്മൾ കൺസിഡർ ചെയ്യാത്തതും ബെൻഡിങ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ ബീം ഇസ് ഓൾസോ കൺസിഡേർഡ്. ഒന്ന് കൺസിഡർ ചെയ്തിട്ടും ഒന്ന് കൺസിഡർ ചെയ്യാതെ. സോ ഫസ്റ്റ് നമ്മൾ വെയിറ്റ് കൺസിഡർ ചെയ്യാതെ ഇൻഎഫക്റ്റീവായിട്ട് നോക്കുന്നത്. അപ്പം നമ്മളൊരു കാൻറ്റിലിവർ വരച്ചു. ലെറ്റ് ഇറ്റ് ബി, നമ്മളിപ്പം ഇവിടെ ന്യൂട്രൽ സർഫസ് മാത്രമാണ് വരച്ചത്. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാക്കി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു വെയിറ്റ് കൊടുത്തു W. സോ ദിസ് ഇസ് A, this is B. Okay, we'll consider this is A and this is B as the length L. Okay, length of the cantilever endana ippom, what is length of the cantilever allengil length of the beam is L here. Okay, let AB represents the neutral axis here, where neutral axis of a cantilever of length L, and let it be capital L itself. Okay, fixed at end A and loaded at B with a weight W. Here the weight is W here. And the end B is deflected into the position B dash. Okay, that is നമ്മളിപ്പം വെയിറ്റ് കൊടുത്തു. അപ്പം നമ്മുടെ വെയിറ്റ് കൊടുക്കുമ്പം ഇത് ന്യൂട്രൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ AB എന്നുള്ള ബീമിനെ നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പം ഇറ്റ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് അല്ലേ. ഇറ്റ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ പൊസിഷൻ B ഡാഷ്. ഓക്കെ, ഇത് നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ന്യൂട്രൽ ആക്സിസ് ആയിട്ട് കിട്ടി. ഓക്കെ, നമ്മൾ ലോഡ് കൊടുത്തപ്പം ഇവിടെ കംപ്രഷനാണ് നടന്നത്. അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ ബിലോയിൽ എന്ത് സംഭവിച്ചു, കംപ്രഷനാണ് നടന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു, ഇലോങ്ങേഷനാണ് നടന്നത്. ഓക്കെ, അപ്പം വിൽ കൺസിഡർ ഹിയർ ആസ് എ പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ P കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Pൻ്റെ മുന്നത്തെ ഈ ഒരു ആക്സിസ്, this BX here. Okay, and ഇവിടെ X ആണെങ്കിൽ ഈ പോർഷൻ എന്തായിരിക്കും, ഇത് L ആണ്. അപ്പോൾ ഈ പോർഷൻ എന്തായിരിക്കും, L മൈനസ് എക്സ് ആയിരിക്കൂലേ. ഓക്കെ, ഈ പോർഷൻ നമുക്ക് L മൈനസ് എക്സ് എന്നും എഴുതാം. Isn't it? Here we are considering a section P or a point P of the beam
which is at a distance x from the fixed point A. ഇവിടെ പോയിന്റ് P നമ്മൾ ഫിക്സ് ചെയ്തു. ഇവിടെ ബെൻഡിങ് ആണ് നടന്നത് അല്ലേ? ഇവിടെ ബെൻഡിങ് നടക്കുമ്പം ഇവിടെ ഓരോ പോയിന്റിനും നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവും അല്ലേ? ഇവിടെ ബെൻഡിങ് നടന്ന് ഓരോ പോയിന്റിനും നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ എക്സ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ കോർഡിനേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ആക്കിയിട്ട് ഇതും കോർഡിനേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സും ഇവിടെ വൈയും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വേറൊന്നും വിചാരിക്കേണ്ട. ദിസ് ഈസ് ഒറിജിൻ, ലെറ്റ് ഇറ്റ് ബി ദ ഒറിജിൻ ഓ ഹിയർ. ഓക്കെ, ഐ ഹാഡ് ടോട്ട് യു ദാറ്റ് ബെൻഡിങ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഇവിടെ നമ്മൾ ഫോഴ്സ് എന്താണ്? ഇവിടെ ഫോഴ്സ് നമുക്ക് വെയിറ്റ് ആണ് കൊടുക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഫോഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മളിവിടെ വെയിറ്റ് ആണ് കൊടുക്കുന്നത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഈ പോയിന്റ് വരെ നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ, ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ ആണ്, ദാറ്റ് ഈസ് എക്സ് ഹിയർ. ഓക്കെ അല്ല, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എക്സ് ആണ്. സോ ഇത് ഇവിടെ മുതൽ ഇവിടം വരെയാണ് നമുക്ക് ഏകദേശം ബെൻഡിങ് കിട്ടുന്നത്. ദാറ്റ് ഈസ് അവർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് L minus x here. Okay, L minus x. So moment of force ഇതാണെങ്കിൽ moment of force നമുക്ക് കിട്ടിയിരിക്കുന്നത് W into L minus x ആണ്. What is this actually? Bending couple ആണ് അല്ലേ? moment of force എന്താണ്? Bending couple ആണ്. ആൻഡ് ഇവിടെ റെസ്റ്ററിങ് കപ്പിൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് വാട്ട് ഈസ് റെസ്റ്ററിങ് കപ്പിൾ, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് റെസ്റ്ററിങ് കപ്പിൾ എന്താണ്? മൊമെൻ്റ് ഓഫ് റെസ്റ്ററിങ് കപ്പിൾ എന്താണ്? സോറി, റെസ്റ്ററിങ് കപ്പിൾ ബെൻഡിങ് മൊമെൻ്റ് ആണ് അല്ലേ? ബെൻഡിങ് മൊമെൻ്റ് is defined as a മൊമെൻ്റ് ഓഫ് റെസ്റ്ററിങ് കപ്പിൾ അല്ലേ? ഒരു ഡീഫോർമേഷൻ ഉണ്ടാവുമ്പം ദ ബെൻഡിങ് കപ്പിൾ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു റെസ്റ്ററിങ് കപ്പിൾ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് മൊമെൻ്റ് ഓഫ് റെസ്റ്ററിങ് കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് മൊമെൻ്റ് തന്നെയാണ്. സോ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. YAK² by R. This can be written as YI by R. What is Y here? Young's modulus of the material, and I is the moment of inertia and R is the radius of curvature. Here ഈ റേഡിയസ് ഓഫ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെ ഇവിടെ വരുന്നെന്നുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ജസ്റ്റ് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഡിഫോർമേഷൻ നടന്ന അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ നടന്ന ഈ ബീമില്ലേ, ഈ ബീമിനെ നമ്മളൊരു ആർക്കായിട്ട് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഒരാർക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ലൈന് ഈ ഫിക്സഡ് ലൈനുമായിട്ട് കൂടിച്ചേരുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ ആർ എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അപ്പം നമുക്ക് അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? ലെറ്റ് ഇറ്റ് ബി ദിസ് ആസ് ക്യൂ, ദിസ് ഈസ് പി. ഓക്കെ, ഹിയർ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഇങ്ങനെ വരയ്ക്കാം. ലെറ്റ് ഇറ്റ് ബി O ഹിയർ. ഓക്കെ, ദിസ് ഈസ് പി ഹിയർ ആൻഡ് ക്യൂ, ആൻഡ് നമുക്കിതിനെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ, here so we had get bending couple as W into L minus x, and the bending moment or the restoring couple നമുക്ക് എന്ത് കിട്ടി? YAK² by R. Okay, now at the equilibrium position
at equilibrium position നമ്മൾ പഠിച്ചിട്ടുണ്ട് bending couple is equal to restoring couple, that is YAK square by R is equal to, what is bending couple here? W into, let it be first equation. Second equation, L minus X. Now we can say, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങനെയായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം ഈ ബീമിൻ്റെ ഓരോ പോയിന്റിലും ബി എൽ എക്സ് എൽ മൈനസ് എക്സ്, ഓക്കെ, ഈ ബീമിൻ്റെ ഓരോ പോയിന്റിനും കർവേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ബീമിൻ്റെ ഓരോ പോയിന്റിൻ്റെയും കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ബി ഡാഷിൽ നിന്നും എയിലേക്ക് പോകും തോറും അതിൻ്റെ കർവേച്ചർ റേഡിയസ് എന്തായിട്ട് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകും. സോ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു സ്മോൾ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ പി ക്യു എന്നുള്ള സ്മോൾ പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, ഡി എക്സ് ആക്കി കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് എന്ത് എഴുതാം, what is dx is equal to, here we can write dx is equal to ഇവിടെ നമ്മൾ d തീറ്റ എന്നുള്ള ഒരു കൺസിഡറേഷൻ വെക്കുകയാണെങ്കിൽ ലെറ്റ് ദിസ് ആംഗിൾ ബി d തീറ്റ, അങ്ങനെയാണെങ്കിൽ ഇവിടെ r ഇൻറ്റു d തീറ്റ എന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ ദാറ്റ് ആൻഡ് you will understand. Okay, so this small distance can be equal to d theta into radius of curvature, where r is equal to dx into, just rearrange ചെയ്യുമ്പം dx by d theta ആയിട്ട് കിട്ടും. ഓക്കെ, now ഇവിടെ നമ്മുടെ ഇക്വേഷൻ w into L minus x is equal to YAK square. ആറിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്, ആർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി തീറ്റ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ആർ, ദാറ്റ് ഈസ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ്. ഡിനോമിനേറ്ററിലുള്ള ആറിനെ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ഇസ്ൻ്റ് ഇറ്റ്? ഇങ്ങനെ എഴുതിക്കൂടെ, ദാറ്റ് ഈസ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു, we'll rearrange this and we can write d theta is equal to w into L minus x by YAK square into dx. Can we write like this? Yes, we can write like this. Okay, now we'll say about ഈ സെയിം ബീം തന്നെ ഞാൻ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്നുകൂടി വരയ്ക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ വെയിറ്റ് കൊടുത്തു, ഇവിടെ നമുക്കൊരു ബീം ഉണ്ടായി, ദാറ്റ് ഈസ് ബി ഡാഷ്, അല്ല ഡിഫോർമേഷൻ നടന്നൊരു ബീമാണിത്. അപ്പം ഇവിടെ നമ്മൾ പി ക്യൂ കൺസിഡർ ചെയ്തു ആൻഡ് ഇവിടെ ഡി ക്യൂ എന്നുള്ള ആംഗിളും നമ്മൾ കൺസിഡർ ചെയ്തു, ഇസ്ൻ്റ് ഇറ്റ്? സോ ഇവിടെ പിയിൽ നിന്നും പോകുന്ന ടാൻജൻഷ്യലും ക്യൂവിൽ നിന്ന് പോകുന്ന ടാൻജൻഷ്യലും കൂടെ, അത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഹിയർ പിയിൽ നിന്ന് പോകുന്ന പിൻ്റെ ടാൻജൻസും ക്യൂവിൻ്റെ ടാൻജൻസും എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ദിസ് പോയിന്റ്, മീറ്റ് അതായത് ഈ ഡിപ്രഷൻ ചെയ്യുന്ന ബി ബി ഡാഷ് ലൈനിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലെറ്റ് ഇറ്റ് ബി, നമുക്കിവിടെ നെയിം ചെയ്യാം സിയും ഡിയു ആയിട്ട് നെയിം ചെയ്യാം. സോ ഈ ഡിപ്രഷൻ നടക്കുന്നത് ഒരു ആംഗിള്, ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് ഡി ക്യു. വി ആർ ഹിയർ കൺസിഡറിങ് ദിസ് ആംഗിൾ ഇസ് ഓൾസോ ആസ് ഡി ക്യു ഹിയർ. ഓക്കെ, ആൻഡ് ദ ഡിപ്രഷൻ സി ഡി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ, ഓക്കെ, ഹിയർ ഞാൻ നേരത്തെ പറഞ്ഞു കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സും ഇവിടെ വൈയും ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഹിയർ നമ്മൾ എക്സ് എന്ന വാല്യൂ, ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തു ആൻഡ് ദിസ് ഇസ് എൽ മൈനസ് എക്സ് ഹിയർ. ഓക്കെ, ഹിയർ
നമ്മുടെ ഈ ഒരു ഡിപ്രഷനെ സി ഡി എന്നുള്ള ഈ ഡിപ്രഷനെ നമുക്ക് എന്ത് വിളിക്കാം? അതായത് ഇതിനെ നമ്മൾ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്മോൾ പോർഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഡി വൈ ആക്കി കൺസിഡർ ചെയ്യാം. Isn't it? We can consider like that. Isn't it? So ഞാനിവിടെ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതിയ പോലെ തന്നെ വി ക്യാൻ റൈറ്റ് ദിസ് പോർഷൻ, അതായത് ഈ ഒരു ആംഗിൾ പോർഷൻ, ഈ ഒരു പോർഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഈ സ്മോൾ ഡിപ്രഷൻ ഇസ് ഈക്വൽ ടു, സ്മോൾ ഡിപ്രഷൻ ഇസ് റെപ്രസെൻറ്റഡ്, ദിസ് സി ഡി ഇസ് റെപ്രസെൻറ്റഡ് ആസ് ഡി വൈ ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം പി ടു സി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് എന്താണ്? എൽ മൈനസ് എക്സ് ആണ്. സോ ദിസ് ഇസ് എൽ മൈനസ് എക്സ്. ഓക്കെ, ഡിസ്റ്റൻസ് ഇൻറ്റു വാട്ട് ഇസ് ആംഗിൾ ഹിയർ? That is d theta. Alle? So we can write like this, isn't it? dy is equal to L minus x into d theta. So dy, we know d theta is equal to ഇതാണെന്ന് നമുക്കറിയാം. ലെറ്റ് ഇറ്റ് ബി ഫിഫ്ത്ത് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡി തീറ്റയിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഡബ്ല്യു ഇൻറ്റു L minus x by YAK square into dx into ഈ L minus xും കൂടെ കൂടും, L minus x. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? W into L minus x whole square into dx by YAK square എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു സ്മോൾ പോർഷനെ നമുക്ക്, ഈ സ്മോൾ പോർഷൻ ഓഫ് ഡിപ്രഷനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്, വി ക്യാൻ റൈറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ സ്മോൾ ഡിപ്രഷനെ ഡി വൈ എന്നാണ് നമ്മൾ വിളിച്ചത് അല്ലേ? ഇവിടെ നമ്മൾക്ക് ബി ടു ബി ഡാഷ് എന്നുള്ള വലിയൊരു ഡിപ്രഷനാണ് നമുക്കിപ്പം നിലവിൽ ഈ വെയിറ്റ് കാരണം ഉണ്ടായത് അല്ലേ? സോ ആ ബി ടു ബി ഡാഷ് ഡിപ്രഷനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം? വൈ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, വിച്ച് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫ്രം ദ ലിമിറ്റ് 0 to L. ഈ 0 to L എങ്ങനെ വന്നു? ഹിയർ ദിസ് ഈസ് ഇൻ ദ ഒറിജിൻ, ദാറ്റ് ഈസ് represented as 0 and this is the length of the beam എന്താണ്? L ആണ്. So from the limit 0 to L നമുക്ക് B to B dash ആ ഒരു ഡിപ്രഷനെ നമുക്ക് y ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിനെ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഡി വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ സ്മോൾ പോർഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആ വലിയ പോർഷൻ്റെ ഡിപ്രഷൻ കാണാൻ പറ്റും. സ്മോൾ പോർഷൻ്റെ ഡിപ്രഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വലിയ പോർഷൻ്റെ, അതായത് ബി ടു ബി ഡാഷ് എന്നുള്ള അതിൻ്റെ ഡിപ്രഷൻ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹിയർ അതെങ്ങനെയാ? ദാറ്റ് ഈസ് y is equal to integral of 0 from the limit 0 to L w into L minus x whole square by YAK square into dx. Can I write like this? Yes, I can do. അപ്പം ഇതിൽ നമുക്കിപ്പോൾ കോമൺ ആയി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയത് WYAK സ്ക്വയർ മൊത്തം ഇങ്ങോട്ട് എടുക്കാം അല്ലേ? ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ഫോമിനെ എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിനെ നമുക്ക് ഈ ഫോമിലേക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് W/YAK സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L മൈനസ് എക്സിനെ നമുക്ക് എന്ത് എഴുതാം? എൽ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു LX പ്ലസ് എക്സ് സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ഡി എക്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനും ഡെറിവേഷൻ കൊടുക്കാം
അല്ലേ? ഓരോന്നിനും ഡെറിവേറ്റ് ചെയ്യുമ്പം നമ്മൾ y(a)² ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L L² dx മൈനസ് ഇൻ്റഗ്രൽ 0 to L 2Lx പ്ലസ് ഇൻ്റഗ്രൽ 0 to L x² dx. സോ ഇൻ്റഗ്രലൊക്കെ മറന്നു പോയിട്ടുണ്ടാന്ന് വിചാരിച്ചാൽ ഞാനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. w/y(a)² L². ഇവിടെ L നമുക്ക് പുറത്തേക്ക് എടുക്കാം. L² പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് യാ? x only. Okay, integral of x is dx is x അല്ലേ? പിന്നെ ഇൻ്റഗ്രൽ ഓഫ് 2Lx. ഇവിടെ 2L നമുക്ക് പുറത്തേക്ക് എടുക്കാം, രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉള്ളത് എന്താണ്? x ഇൻറ്റു ഡി എക്സ് ആണ്. സോറി, ഇവിടെ ഒരു ഡി എക്സും കൂടെ ഉണ്ട്. x ഇൻറ്റു ഡി എക്സ് ആണ്. സോ ഇൻ്റഗ്രൽ ഓഫ് x ഇൻറ്റു ഡി എക്സ് എന്താണ്? x² ബൈ 2 ആണ് അല്ലേ? പ്ലസ് x² ഇൻ്റഗ്രൽ x² ഇൻറ്റു ഡി എക്സ് എന്താണ്? x³ ബൈ 3 ആണ്. ഓക്കെ, ലിമിറ്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഹിയർ നമുക്ക് ലിമിറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം y(a)² w/y(a)² ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ദാറ്റ് ഈസ് L³ മൈനസ് 0 ആയിരിക്കും. മൈനസ് 0 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ക്യാൻസലിങ്. മൈനസ് 2L³ ബൈ 2 വരും. ഓക്കെ, മൈനസ് 0 ആയിരിക്കും. 0 വിൽ ക്യാൻസൽ. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? എക്സിന് പകരം L³ ബൈ 3 മൈനസ് 0 ആയിരിക്കും. അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, ഹിയർ 2 can be cancelled അല്ലേ? ആൻഡ് ദെൻ വിൽ ഗെറ്റ് w/y(a)² ഇൻറ്റു L³ മൈനസ് L³ പ്ലസ് L³ by 3. Here we'll get y as WL³ by 3y(a)² Here we know we can write like this also. WL³ by 3y(a)² നമ്മൾ എന്ത് ചെയ്തു? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഫോമിലേക്കും കൂടെ എഴുതി. ഓക്കെ, സോ ഫ്രീ അതായത് നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തത്? അതായത് ഫ്രീ എൻഡ് ഓഫ് ദ കാൻറ്റിലിവർ എങ്ങനെ ഡിപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിച്ചത്. ഓക്കെ, അതായത് ഇൻഎഫക്റ്റീവായിട്ടുള്ള വെയിറ്റ് കൊടുക്കുമ്പം അല്ലെങ്കിൽ വെയിറ്റ് കൺസിഡർ ചെയ്യാതെ വെൻ ദ വെയിറ്റ് ഓഫ് ദ ബീം ഇസ് ഇൻഎഫക്റ്റീവ് അവിടെ ഉണ്ടാവുന്ന കാൻറ്റിലിവറിൻ്റെ ഡിപ്രഷനാണ് നമ്മളിപ്പം ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ.